പ്രചാരണ തിരക്കിൽ അതിവേഗം മുന്നേറി മുന്നോട്ടു പോവുകയാണ് എറണാകുളം LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ. KJ ഷൈൻ ടീച്ചറുമായി ഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊച്ചി കേന്ദ്രീകരിച്ചാണ് എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചറുടെ ഇന്നത്തെ പ്രചരണം. ഇന്നത്തെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് കൊച്ചിയുടെ അമരക്കാരനായിട്ടുള്ള KG മാക്സി MLA കൂടിയാണ്. ടീച്ചറെ, എങ്ങനെയുണ്ട് കൊച്ചിയിലെ ഇന്ന് രാവിലെ ഇറങ്ങിയിട്ട്? കൊച്ചി പഴയ കൊച്ചിയല്ല, ആകെ മാറിയിട്ടുണ്ട് കൊച്ചി. പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇവിടെ എല്ലാവരും ജനസമ്മതി നേടിയിട്ടുള്ള ജനകീയനായ, എവിടെ ചെന്നാലും ഒരു ആക്സെപ്റ്റൻസി ഉള്ള ഒരു MLA. ടീച്ചർ, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ KJ ഷൈൻ എന്നുള്ളൊരു പുതിയ പേരായിട്ടാണ് പല ആളുകളും കണ്ടത്. പക്ഷേ ടീച്ചറുടെ കഴിഞ്ഞ ദിവസം ഒരു സ്പീച്ചൊക്കെ നല്ല വൈറലായി ഉണ്ടായി. അപ്പോൾ പുതിയ ആളല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സ്പീച്ചൊക്കെ ആയിരുന്നു. അത് ഇന്ന് പ്രസംഗിക്കുന്നതല്ല, കുറേ കാലങ്ങളായി ചെയ്യുന്ന പ്രവർത്തനമാണ്. പക്ഷേ ഞാൻ ഒരു കാൻഡിഡേറ്റ് ആയപ്പോൾ, 20 പേരിൽ ഒരാളായപ്പോൾ എൻ്റെ പ്രസംഗം മാധ്യമങ്ങളിലൂടെ കണ്ടു. അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം. എൻ്റെ പ്രസംഗം കേട്ടിട്ട് ഇഷ്ടപ്പെട്ട ധാരാളം ചെറിയ ആളുകളുണ്ട്. പക്ഷെ വ്യാപകമായി നമ്മൾ ആ രീതിയിലൊരു സ്റ്റാർ അല്ലാത്തത് കൊണ്ട് അറിയപ്പെട്ടിരുന്നില്ല എന്ന് മാത്രം. സെലിബ്രിറ്റീസിനെ അറിയുന്നത് പോലെ നമ്മളറിയില്ല. നമ്മൾ സാധാരണ എത്രയോ ആളുകൾ സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ടാണ് നമ്മൾ പല നേട്ടങ്ങളും ഉണ്ടാക്കുന്നത്. ഏറ്റവും താഴെ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ പോസ്റ്റർ ഒട്ടിക്കുന്ന പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തക, അവരൊക്കെ ഈ സമൂഹത്തിൻ്റെ വളർച്ചയിൽ വലിയ പങ്കാളികളാണ്. പക്ഷേ അവരൊന്നും മാധ്യമങ്ങളുടെ മുന്നിൽ അറിയപ്പെടുന്നില്ല. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല. ഇത്രയും ആളുകളെ നമുക്ക് ഒരുമിച്ച് പ്രൊമോട്ട് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അവരെ കാണിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് അവരാരുമല്ല എന്ന് പറയുന്നത് അവരോട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ സമൂഹത്തോട് ചെയ്യുന്നൊരു ക്രൂരതയാണ്. അപ്പോൾ എല്ലാവരും നിശബ്ദമായി പല പല പ്രവർത്തനങ്ങളിലൂടെ ഈ സമൂഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാകുന്നുണ്ട്. അടിയുറച്ച രാഷ്ട്രീയ ബോധവും ജനങ്ങൾ പുതിയൊരാളെ തിരഞ്ഞെടുക്കും എന്ന ഒരു പ്രതീക്ഷയുമാണ് ഷൈൻ ടീച്ചറുടെ കരുത്ത്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ അഫ്സലിനൊപ്പം ഗായത്രി സത്യദേവ്, കൈരളി ന്യൂസ്, കൊച്ചി.